ഒരു പൊതുസമൂഹത്തിന് ഒരു താക്കീതാകണം ഈ ശിക്ഷ. കാരണം ഇതുപോലെ സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന, സ്ത്രീകൾക്ക് നേരെ ആക്രമണം നടത്തുന്ന, അതിക്രമം നടത്തുന്ന ആളുകൾക്കുള്ള ഒരു മുന്നറിയിപ്പാകണം ഈ കേസ് എന്ന് പ്രോസിക്യൂഷൻ ഉന്നയിച്ചപ്പോൾ കോടതി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അങ്ങനെ സൊസൈറ്റിക്ക് വേണ്ടിയാണോ, അതായത് പൊതുസമൂഹത്തിന് വേണ്ടിയാണോ ഒരു ശിക്ഷ പ്രഖ്യാപിക്കേണ്ടത് എന്നൊരു ചോദ്യമാണ് കോടതി ഉന്നയിക്കുന്നത്. നമുക്കറിയാം ഈ കേസിൽ നമ്മളൊക്കെ, അതായത് കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിച്ച ഒരു വിധിയായിരുന്നില്ല വന്നത്. പക്ഷെ തെളിവുകൾ, കോടതിക്ക് മുൻപാകെ തെളിവുകളാണ് പ്രധാനം. നമ്മളത് പൊതുസമൂഹം ആഗ്രഹിക്കുന്ന നമ്മുടെ ചിന്തകളല്ല, തെളിവുകൾ തന്നെയാണ്. എന്ത് പ്രതീക്ഷിക്കാം ഇന്ന് 3:30-ക്ക് വിധി വരും? ടോം, ഇതിൽ കോടതി വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ ഇന്നത്തെ വാദ പ്രസ്താവത്തിനിടയിൽ തന്നെ പറയുന്നുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതലായിട്ട് വാദങ്ങൾ നടന്നപ്പോൾ ഇതിൽ കോടതി പറഞ്ഞൊരു കാര്യം, ഈ ഒന്നാം പ്രതിക്കെതിരെ മാത്രമാണ് ബലാത്സംഗം നിലനിൽക്കുന്നത് എന്ന് പറയുന്നു. മറ്റു പ്രതികളുടെ സഹായമില്ലാതെ ഇത് ചെയ്യാൻ കഴിയില്ലെന്ന് പ്രോസിക്യൂഷനും പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാം പ്രതിയിലേക്ക് ഈ കോടതിയുടെ ഒരു നിരീക്ഷണം എത്തുന്നുണ്ടോ എന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ആ ഒന്നാം പ്രതിക്ക് ഒരു കടുത്ത ശിക്ഷ നൽകുകയും മറ്റുള്ളവർക്ക് ഒരുപക്ഷെ കുറച്ചുകൂടി കുറഞ്ഞ ഒരു ശിക്ഷ കാലയളവിലേക്കും പോയാൽ അതൊരു കോടതിയുടെ പരിഗണനയിലാണ്. എങ്കിൽ കൂടി അങ്ങനെയൊക്കെ നീങ്ങാമെന്ന് ഇവിടെ അഭിഭാഷകരടക്കം സൂചിപ്പിക്കുന്നുണ്ട്. കാരണം നിലവിൽ കോടതിയുടെ ഒരു നിരീക്ഷണത്തിലേക്ക് അതെല്ലാം തന്നെ വരുന്നുണ്ട്. ഒന്നാം പ്രതിയാണ് ഇതിൽ ബലാത്സംഗം ചെയ്തിരിക്കുന്നത്, മറ്റു പ്രതികൾ അതിലില്ല. കൂട്ടബലാത്സംഗമായിട്ട് തന്നെ ഇതിനെ കാണണമെന്ന് പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. കാരണം ഇതിലെല്ലാവർക്കും തന്നെ പങ്കുണ്ട്. അതെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാവർക്കും ഇതിൽ തുല്യ ശിക്ഷ ഇതിൽ ഉറപ്പാക്കേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. കോടതി പക്ഷേ തുടക്കത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ഒന്നാം പ്രതിക്ക് എതിരെ മാത്രമാണ് ബലാത്സംഗം നിലനിൽക്കുക എന്ന് പറയുന്നത്. അതൊരു കാര്യം. അതോടൊപ്പം തന്നെയാണ് ഇതിൽ ഈ കോടതിയുടെ ഒരു നിരീക്ഷണവും ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇത് സമൂഹത്തിന്റെ ഒരു കാര്യത്തിലേക്കല്ലേ, അതിനുവേണ്ടിയല്ല വിധി പ്രസ്താവിക്കുന്നത്. ഇതിൽ കൃത്യമായ ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ മാത്രമല്ല തുടക്കത്തിൽ തന്നെ പറയുന്നത് ഒരു റിഫോർമേറ്ററി തിയറി ഇതിൽ ഉപയോഗിച്ചുകൂടെ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു പരിവർത്തനത്തിനുള്ള ഒരു സമയം ഇവർക്ക് കൊടുത്തുകൊണ്ടുള്ള ഒരു കാലത്തിലേക്ക് പോയിക്കൂടെ എന്നതടക്കം കോടതി പ്രോസിക്യൂഷനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അതറിയാം. കാരണം സാധാരണ ഇത്തരം കേസുകളിലൊക്കെ ഒരു മനപരിവർത്തനം ഉണ്ടാകുമോ എന്നൊരു സാധ്യത കോടതി തേടാറുണ്ട്. പക്ഷേ ഈ കേസിൽ പൾസർ സുനി എന്ന കൊടും കുറ്റവാളി, അയാൾ സമാനമായ രീതിയിൽ ഇതിനു മുൻപും പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ പകർത്തി അയാളുടെ മെമ്മറി കാർഡിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ തെളിവുകളടക്കം പ്രോസിക്യൂഷൻ കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ ഈ മനപരിവർത്തനത്തിനുള്ള സാധ്യതയുണ്ടോ? ഇതുപോലുള്ളൊരു കൊടും കുറ്റവാളി വീണ്ടും പുറത്തിറങ്ങിയാൽ ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യാനുള്ള സാധ്യത വീണ്ടും ഇല്ലേ? അത് സ്വാഭാവികമായും കോടതി പരിഗണിക്കില്ലേ? ഇതിലിപ്പോൾ മനപരിവർത്തനത്തിനുള്ളൊരു സാധ്യത പോലും ഒരു മനുഷ്യനെന്ന രീതിയിൽ പരിഗണിക്കുന്നതെല്ലാം തന്നെ പുതിയ കാലത്തിന്റെ നിർവചനങ്ങളിലേക്ക് നിയമസംഹിതകളിലെല്ലാം തന്നെ വരുന്നുണ്ട്. പക്ഷേ പുറമേ നിന്നുള്ള ഒരു ചോദ്യം അതുപോലും അർഹിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള ഒരു ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. കാരണം വലിയ രീതിയിലുള്ളൊരു ക്രൈം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇതുമാത്രവുമല്ല, ഇത്തരമൊരു രീതികൾ സമൂഹത്തിൽ നൽകുന്ന സന്ദേശങ്ങൾ വളരെ വലുതാണ്. കാരണം വലിയ രീതിയിലുള്ള ഒരു ക്രൈം നടന്നിരിക്കുന്നു. അത് മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുമ്പോൾ അതൊരു വലിയ സന്ദേശം സമൂഹത്തിനും കൂടി കൊടുക്കുക. അതാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. ഇത് കൃത്യമായ രീതിയിൽ സമൂഹത്തിനുള്ള ഒരു സന്ദേശം തന്നെയാകണം കോടതി വിധി എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. അപ്പോൾ കടുത്ത ശിക്ഷ നൽകണം എന്നത് പ്രോസിക്യൂഷൻ ഒരു വാദമുഖമായിട്ട് തന്നെ വയ്ക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കോടതിക്ക് മുന്നിലുള്ളത് ലഭ്യമായ രീതിയിലുള്ള തെളിവുകളുടെയും എല്ലാം തന്നെ കാര്യങ്ങളാണ്. ആ രീതിയിൽ തന്നെയാണ് കോടതി ചോദിക്കുന്നത്. ഇതിൽ കൂട്ടബലാത്സംഗം നടന്നു എന്നതിന് തെളിവില്ല, അല്ലെങ്കിൽ കൂട്ടബലാത്സംഗം നടന്നിട്ടില്ല, ഒന്നാം പ്രതി മാത്രമാണ് ഈ കൃത്യം ചെയ്തിട്ടുള്ളത് എന്ന് കോടതി ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. ഈ കേസിൽ, അതായത് കോടതി ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒന്നാം പ്രതി പൾസർ സുനി മാത്രമാണ് ഈ ബലാത്സംഗം ചെയ്തത്. അയാളാണ് നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തത്. മറ്റുള്ളവർ പക്ഷേ സ്വാഭാവികമായും സഹായമില്ലാതെ, ഈ മറ്റ് പ്രതികളുടെ സഹായമില്ലാതെ പൾസർ സുനിക്ക് ഒരിക്കലും ഇതുപോലുള്ള ക്രൂരകൃത്യം ചെയ്യാൻ കഴിയില്ല. നമ്മൾ മറ്റ് കേസുകൾ എടുത്തു നോക്കിയാൽ, ഇപ്പോൾ ഒരു കൊലപാതകം നടക്കുമ്പോൾ, സംഘം ചേർന്നുള്ള കൊലപാതകം, ഒരാളെ ഒരു വെട്ടിക്കൊല്ലുന്ന വ്യക്തി മാത്രമായിരിക്കില്ലല്ലോ ശിക്ഷിക്കപ്പെടുക. സ്വാഭാവികമായി ആ ക്രൂരകൃത്യത്തിൽ പങ്കാളികളായിട്ടുള്ള, ആ സംഘടിതരായിട്ട് എത്തിയ എല്ലാവരും സമാനമായ രീതിയിൽ ശിക്ഷിക്കപ്പെടുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടിട്ടുള്ള ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായി അങ്ങനെയെങ്കിൽ ഈ കേസിലും ആ കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടുള്ള, ഗൂഢാലോചനയിൽ പങ്കെടുത്തവർക്കെല്ലാം സമാനമായ ശിക്ഷ നൽകേണ്ടതല്ലേ?
ഗൂഢാലോചനയിൽ ഒന്നാം പ്രതിയുടെ അതേ ശിക്ഷ തന്നെ ഗൂഢാലോചന മറ്റുള്ളവർക്ക് എല്ലാവർക്കും പേരിൽ തന്നെ ചുമത്തുമ്പോൾ അവർക്കെല്ലാവർക്കും ഒരേ ശിക്ഷ തന്നെ നൽകുക എന്നത് തന്നെയാണ് അനുവർത്തിക്കപ്പെടുന്ന ഒരു രീതിയും വ്യവസ്ഥയും എല്ലാം തന്നെ പറയുന്നത്. പക്ഷെ കോടതി പറഞ്ഞിരിക്കുന്നത് കൂട്ട ബലാത്സംഗമല്ല എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഒരാൾ മാത്രമാണ് ഇങ്ങനെ റേപ്പ് ചെയ്തിരിക്കുന്നത്, മറ്റുള്ളവർ അതിൽ പങ്കെടുത്തിട്ടില്ല. അവിടെയാണ് പ്രോസിക്യൂഷൻ വളരെ ശ്രദ്ധേയമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊരാളുടെ സഹായമില്ലാതെ ഇവരെ ഈ ബലാത്കാരം ചെയ്യാനായിട്ട് സാധിക്കില്ല. മറ്റുള്ളവരുടെ കൂടി സഹായം അവരെ കൂടി സഹായം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതെല്ലാം തന്നെ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നതും അത് തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. ഏതായാലും വാദങ്ങൾ നടന്നിരിക്കുന്നു എന്നതാണ്. ഇതിൽ സ്വാഭാവികമായും നടക്കുന്ന വാദങ്ങളാണ്. കോടതിക്ക് മുൻപാകെ പ്രോസിക്യൂഷനും മറ്റ് പ്രതികളുടെ അഭിഭാഷകരും വാദിക്കുന്ന വാദങ്ങൾ ഇതെല്ലാം തന്നെ നടന്നിരിക്കുന്നു. ഇതെല്ലാം കൺസീവ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും കോടതി ഇതിൻ്റെ ഒരു വിധിന്യായത്തിലേക്കെല്ലാം തന്നെ പോവുക. നമ്മളത് കോടതി വിധിയെക്കുറിച്ച് എന്താണ് സംഭവിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വളരെ അപക്വമായിരിക്കും നമ്മൾ മുൻകൂട്ടി പറയുന്നത്. കാരണം പ്രത്യേകിച്ചും കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോടതിയുടെ നടപടിക്രമങ്ങൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സൂക്ഷ്മത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം ഒരിക്കലും കോടതിയുടെ ആ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നില്ല. അതല്ല, കാരണം ഇവിടെ വിധിയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. കാരണം പൊതുസമൂഹം ആഗ്രഹിച്ചൊരു വിധിയല്ല വന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് കോടതിയുടെ വിശ്വാസ്യതയാണ്, ഇവിടുത്തെ നിയമവ്യവസ്ഥയുടെ ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയല്ല ചോദ്യം ചെയ്തത്. അത്തരമൊരു വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ ചില ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഡാനി, ഈ കേസ് നമ്മൾ പരിശോധിച്ചപ്പോൾ, അതായത് കോടതിയുടെ ഈ വാദപ്രതിവാദത്തിനിടെ പ്രോസിക്യൂഷന്റെ വാദം കേട്ടു, പ്രതികളുടെ വാദം കേട്ടു. അതിജീവിതയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് കോടതി ചോദിച്ചിരുന്നു. അതിജീവിതയുടെ അഭിഭാഷക ഹാജരായില്ല. അതിനു മുൻപ്, അതായത് കോടതി കേസ് പരിഗണിക്കുന്നതിന് മുൻപ് അഡ്വക്കേറ്റ് ടി.ബി. മിനി മാധ്യമങ്ങളോട് ഏറെ വൈകാരികമായിട്ടാണ് പ്രതികരിച്ചത്. നീതി കിട്ടിയില്ല എന്ന രീതിയിൽ ഏറെ വൈകാരികമായിട്ടൊരു പ്രതികരണം പുറത്തു വന്നിരുന്നു. അവർ കോടതിക്ക് ഈ കേസ് വാദം കേൾക്കുന്നതിനിടെ കോടതിക്ക് പുറത്തുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം ഹാജരാകാതിരുന്നത്? നേരത്തെ നമ്മളിവിടെ നിന്ന് അഡ്വക്കേറ്റ് ടി.ബി. മിനിയോട് സംസാരിക്കുമ്പോൾ അവരെ ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ അവരെ ഏറ്റവും കൂടുതലായിട്ട് ടി.ബി. മിനി പ്രതീക്ഷിച്ചിരുന്നത് ഈ 8-ാം തീയതി ഈ വിധി പ്രസ്താവം നടക്കുമ്പോഴെല്ലാം തന്നെ ഇതിന്റെ ഒരു കാരണക്കാരനെന്ന് കരുതപ്പെടുന്ന അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ടിരുന്ന, ഇനിയിപ്പോൾ അങ്ങനെയാണ്, ആരോപിക്കപ്പെട്ടിരുന്ന നടൻ ദിലീപ് കൂടി ഈ ക്രൈമിൽ പങ്കാളിയാണ് അല്ലെങ്കിൽ മുഖ്യ ആസൂത്രകനാണ് എന്ന രീതിയിലായിരുന്നു ഈ വാദങ്ങളെല്ലാം തന്നെ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് അതിജീവിയുടെ ഭാഗത്തുനിന്ന് എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്നതാണ് ഇതിൽ അവരുടെ ഒരു ഈ രീതിയിലുള്ള ഒരു പ്രതികരണത്തിന് പ്രധാനമായ ഒരു കാരണമായിട്ട് പറയുന്നത്. അത് അവർ തന്നെ തുറന്ന് പറയുകയും ചെയ്തു. കാരണം ഇങ്ങനെയാണ് ഇതിപ്പോൾ തങ്ങൾ പറഞ്ഞ വാദമുഖങ്ങളൊന്നും തന്നെ പരിഗണിക്കപ്പെട്ട ഒരു രീതിയിലല്ല കാര്യങ്ങൾ പോയിരിക്കുന്നത്. ആ രീതിയിലല്ല ഒരു വിധി പ്രസ്താവവും അടക്കം ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വളരെ കൃത്യമായ അവർ പറഞ്ഞ കാര്യങ്ങൾ നീതിപീഠത്തിന് മുന്നിലേക്ക് വ്യക്തമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞോ ഇല്ലയോ എന്നതാണ് ഇനി അവശേഷിക്കുന്ന ചോദ്യം. അത് തന്നെയാണ് അവർ പറഞ്ഞത്. കടുത്ത നിരാശ ഇത്തരം ഈ കാര്യങ്ങളിലുണ്ട്. താൻ ആക്രമിക്കപ്പെട്ടേക്കാം, അത്തരമൊരു സാധ്യതയുണ്ട്. അതിജീവിതയ്ക്കും ഭീഷണിയുണ്ട് അവർ പറയുന്നു. കാരണം നിലവിലെ സാഹചര്യങ്ങൾ ഇങ്ങനെയെല്ലാമാണ് എന്നതാണ് അഡ്വക്കേറ്റ് ടി.ബി. മിനി പറയുന്നത്. ഈ കേസ് ഇന്ന് കഴിയുന്നതോടുകൂടി താൻ ഇനി അതിജീവിതയുടെ വക്കീലല്ല, അഭിഭാഷകയല്ല, വക്കാലത്ത് കഴിയുകയാണ്. അപ്പോൾ നാളെ മുതൽ തനിക്ക് പല കാര്യങ്ങളും പറയാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താൻ പല കാര്യങ്ങളും വിശദമാക്കാനുണ്ട്. അത് വരും ദിവസങ്ങളിൽ താൻ അത് വിശദമാക്കുകയും ചെയ്യും. അതിജീവിതയ്ക്ക് കോടതിയിൽ നിന്ന് നേരിട്ടത് എന്താണ്, അല്ലെങ്കിൽ അവർക്ക് ഈ വിചാരണ വേളയിലടക്കം നേരിടേണ്ടി വന്ന തിക്താനുഭവങ്ങൾ എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ താൻ പറയും. തനിക്കും കൂടി ഇക്കാര്യങ്ങളിൽ കുറേയധികം പറയാനുണ്ട് എന്നതാണ് അഡ്വക്കേറ്റ് ടി.ബി. മിനി പറഞ്ഞത്. എന്തായാലും അവർ കോടതി മുറിക്കകത്തേക്ക് ചെന്നില്ല എന്നത് തന്നെ അവരുടെ ഒരുപക്ഷെ അതൊരു പ്രതിഷേധത്തിന്റെ അടയാളമോ നിരാശയുടെ അടയാളമോ എല്ലാമായിട്ട് നമുക്കതിനെ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. കാരണം ഈ കോടതി മുറിക്ക് പുറത്തുണ്ടായിരുന്നു, കോടതി വളപ്പിൽ അവരുണ്ടായിരുന്നു. കോടതി വളപ്പിൽ വെച്ച് അവർ നടത്തിയ പ്രതികരണം അങ്ങേയറ്റം അവരുടെ ആ ഒരു ഇപ്പോഴുള്ള ഒരു നിരാശയെ മുഴുവനായിട്ട് സ്പഷ്ടമായും പ്രകടമാക്കുന്നത് തന്നെയായിരുന്നു. അത് തന്നെയാവാം കോടതി മുറിക്കകത്തേക്ക് അവർ ചെല്ലാതിരുന്നത്. കാരണം ഇവരെല്ലാം ഇതിൽ ഒരു കുറ്റകരമായ ഗൂഢാലോചന ആരുടെ നേതൃത്വത്തിൽ നടത്തിയെന്ന് അവർ വിശ്വസിക്കുന്ന ഒരാൾ ഈ ഒരു പ്ലോട്ടിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. അയാൾ കുറ്റവിമുക്തനായിരിക്കുന്നു എന്നത് അവർ ഇപ്പോഴും അത് ഉൾക്കൊള്ളുന്നില്ല. തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. അതാണ് അറിയേണ്ടത്. കാരണം ഈ ഒരു കേസിന്റെ ഒരു സ്വഭാവം തന്നെ നമുക്കറിയാം. ഇതെന്തുകൊണ്ടാണ് രാജ്യം മുഴുവൻ ഈ കേസിനെ ഉറ്റുനോക്കിയത്? ഒരു സമാനതകളില്ലാത്തൊരു കേസായിരുന്നു. കൊട്ടേഷൻ നൽകിയുള്ള കൂട്ടബലാത്സംഗം മാത്രമല്ല, ഇവിടെ ഇരയാകപ്പെട്ടത് ഒരു നടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിന് അത്രയധികം വാർത്താ പ്രാധാന്യമുണ്ടായത്. അങ്ങനെ സംഭവബഹുലമായിട്ടുള്ള
ഒരു നടപടിക്രമങ്ങളിലൂടെ മുന്നോട്ട് പോയ കേസ്. സിനിമാ കഥയെ പോലും വെല്ലുന്ന രീതിയിലുള്ള കോടതി വിചാരണകൾ, കേസിന്റെ അന്വേഷണം, ഒടുവിൽ ആ കേസിന്റെ ഒരു ക്ലൈമാക്സിലേക്ക്, അതായത് ഈ കേസിന്റെ ഒന്നാം ഭാഗം അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. 3:30 വിധി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ആരാണ് യഥാർത്ഥ വില്ലൻ എന്നൊരു ചോദ്യം ഇവിടെ ബാക്കിയാണ്. രണ്ടാം ഭാഗം, അതായത് നാളെ മുതൽ അത് തുടങ്ങുകയാണ്. അഡ്വക്കേറ്റ് ടി വി മിനി സൂചിപ്പിച്ചതുപോലെ നാളെ മുതൽ അതിജീവിതയുടെ ഭാഗത്തുനിന്ന് പോരാട്ടമുണ്ടാകാം. കാരണം പൂർണ്ണമായും നീതി കിട്ടിയില്ല. കാരണം അവിടെ വില്ലൻ അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതാരാണെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കാരണം ഒരു കൊട്ടേഷൻ ഉണ്ടാകാം, ഒരു ഗൂഢാലോചന ഉണ്ടാകാം, പക്ഷെ അതാരാണെന്ന് തെളിയിക്കപ്പെടണം.